ഒരിക്കൽ ദുഃഖിതനായ ഒരു യുവാവ് ഒരു സന്യാസി വര്യൻ്റെ അടുക്കൽ വന്ന് ഇപ്രകാരം പറഞ്ഞു, സ്വാമിജി, എനിക്കെന്തോക്കെ കുഴപ്പമുണ്ടെന്ന് പലരും പറയുന്നു, എന്നാൽ എനിക്കത് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. സ്വാമിജി എന്നെ ഒന്ന് സഹായിക്കണം, എൻ്റെ തെറ്റുകൾ എനിക്കൊന്ന് പറഞ്ഞു തരാമോ? സ്വാമിജി പറഞ്ഞു, ഹേയ്, അത് വളരെ എളുപ്പമാണ്. നീ നിൻ്റെ ഭാര്യയുടെ അടുത്ത് പോയി അവളുടെ ഒരു കുറവ് പറയുക. പിന്നെ അവൾ നിൻ്റെ മാത്രമല്ല, നിൻ്റെ അച്ഛൻ്റെയും നിൻ്റെ അമ്മയുടെയും നിൻ്റെ സഹോദരങ്ങളുടെയും നിൻ്റെ വീട്ടിലെ സകലമാന വ്യക്തികളുടെയും കുറവുകൾ ഒന്നൊന്നായി അവൾ അക്കമിട്ട് നിരത്തി തരും. വേണമെങ്കിൽ ഇല്ലാത്തതും അവൾ പറഞ്ഞു തരും. അതെ, പലപ്പോഴും ഭാര്യ ഭർത്തൃ ബന്ധങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ഇൻപം അഥവാ സന്തോഷം തകർക്കുന്നത് പരസ്പരം പഴിചാരലും കുറ്റം പറച്ചിലുമാണ്. ഒരു തെറ്റ് ഒരാൾ മറ്റൊരാളോട് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി പറഞ്ഞാലേ അടുത്തയാളിന് സമാധാനമുള്ളൂ. അതാണ് അവരുടെ ജയമെന്ന് അവർ ചിന്തിക്കുന്നു. സത്യത്തിലൂടെ ജയമല്ല, കുടുംബജീവിതത്തിൻ്റെ തകർച്ചയും പരാജയവുമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരസ്പരം കുറ്റം പറഞ്ഞും പഴിചാരിയും കുടുംബ ബന്ധങ്ങളെ തകർത്തെറിയാതെ പരസ്പരം ക്ഷമിച്ചും അംഗീകരിച്ചും മുന്നേറുന്നതാണ് ജീവിത വിജയത്തിന് കാരണമായിത്തീരുന്നത്. ഒരുവൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണണം. ഭാര്യ ഭർത്താവിനെ ശ്രേഷ്ഠനെന്നും ഭർത്താവ് ഭാര്യയെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്നും എണ്ണുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പ്രശ്നത്തിനോ പഴിചാരലിനോ വഴക്കുകൾക്കോ കാരണമില്ലാതാകുന്നു. ഒരു വിട്ടുവീഴ്ച മനോഭാവമുണ്ടെങ്കിൽ കുടുംബജീവിതം ഇൻപമുള്ള സന്തോഷം വസിക്കുന്ന ഇടമായി തീരും. അതെ, തെറ്റില്ലാത്തവരാരുമില്ല. ഞാൻ വിശുദ്ധനെന്നോ ഞാൻ കുറവില്ലാത്തവനെന്നോ ആർക്കും പറയാനായിട്ട് കഴിയത്തില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും കടന്നു വരാറുണ്ട്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. 1 പത്രോസിൻ്റെ ലേഖനം 4:8 ബൈബിളിൽ ഇപ്രകാരം പറഞ്ഞിരിക്കും, എബവ് ഓൾ കീപ് ഫെർവൻറ്റ് ഇൻ യുവർ ലവ് ഫോർ വൺ അനദർ ബിക്കോസ് ലവ് കവേഴ്സ് ദ മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ്. എല്ലാറ്റിനുപരി ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. മേക്കിംഗ് മിസ്റ്റേക്ക് ഈസ് നോട്ട് എ മിസ്റ്റേക്ക്, ബട്ട് നോട്ട് ലേണിംഗ് എനിത്തിങ് ഫ്രം ദ മിസ്റ്റേക്ക് ഈസ് എ മിസ്റ്റേക്ക്. തെറ്റ് ചെയ്യുന്നത് ഒരു തെറ്റല്ല, എന്നാൽ ആ തെറ്റിൽ നിന്നും നമ്മൾ പഠിക്കാത്തതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. അതുകൊണ്ട് പരസ്പരം തെറ്റുകൾ മനസ്സിലാക്കി ക്ഷമിച്ച് അംഗീകരിച്ച് ഇങ്ങനെ നമ്മുടെ കുടുംബങ്ങളിൽ സ്വർഗരാജ്യം പണിയുന്ന അനുഭവത്തിൽ നമ്മുടെ ജീവിതം മുന്നേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കൊച്ചു ചിന്തയ്ക്ക് ഇവിടെ വിരാമം കുറിക്കും. God bless you. Wish you all the best.